ഇപ്പോൾ നമുക്ക് ലഭിക്കുന്ന ഒരു വമ്പൻ അപ്ഡേറ്റ് എന്ന് പറയുന്നത് ബംഗ്ലാദേശികളെ റോഡ് മാർഗം ബംഗ്ലാദേശിലേക്ക് കടത്തിവിടാൻ, അതായത് അതിർത്തി കടന്നു വന്ന നുഴഞ്ഞുകയറ്റക്കാരായിട്ടുള്ള ഇൻഫിൽട്രേറ്റേഴ്സ് ആയിട്ടുള്ള ബംഗ്ലാദേശികളെയും റോഹിംഗ്യൻ മുസ്ലിംസിനെയും റോഡ് മാർഗം ബംഗ്ലാദേശ് അതിർത്തിയിലേക്ക് എത്തിക്കാനുള്ള നീക്കമാണ് ഇന്ത്യ നടത്തുന്നത് എന്ന സുപ്രധാനമായിട്ടുള്ള വിവരമാണ് വരുന്നത്. ആദ്യഘട്ടത്തിൽ 160 ഇല്ലീഗൽ ബംഗ്ലാദേശികളെയാണ് എയർ ലിഫ്റ്റ് ചെയ്ത് അങ്ങോട്ടേക്ക് കൊണ്ടുപോകുന്നത്. അതായത് ഗാസിയാബാദിൽ നിന്ന് ഇന്ത്യൻ എയർഫോഴ്സ് ഇവരെ എയർ ലിഫ്റ്റ് ചെയ്ത് വിമാനത്തിൽ അഗർത്തലയിലേക്ക് എത്തിക്കും. ഡിപ്പോർട്ടേഷനായിട്ട് അഗർത്തലയിൽ നിന്ന് ഇവരെ റോഡ് മാർഗം ബംഗ്ലാദേശിലെ അതിർത്തികളിലേക്ക് എത്തിക്കുമെന്ന സുപ്രധാനമായിട്ടുള്ള വിവരങ്ങളാണ് ഇപ്പോൾ പുറത്തു വരുന്നത്. മാസീവ് ആക്ഷനാണ് നരേന്ദ്രമോദി ഗവൺമെന്റിന്റെ ഭാഗത്തു നിന്നും ഉണ്ടായിരിക്കുന്നത് എന്നുള്ള കാര്യത്തിൽ യാതൊരുവിധ തർക്കമില്ല. അഗർത്തലയിൽ നിന്ന് ഇവരെ ബംഗ്ലാദേശ് ബോർഡറിലേക്ക് എത്തിക്കും. ബോർഡറിൽ നിന്നായിരിക്കും ഇവരെ അതിർത്തി കടത്തിവിടുക എന്നുള്ള റിപ്പോർട്ടുകളാണ് വരുന്നത്. എന്തായാലും ഇവരെല്ലാവരും തന്നെ ഇന്ത്യയിലേക്ക് ഇൻഫിൽട്രേറ്റ് ചെയ്ത് വന്നതാണ്, അല്ലെങ്കിൽ നുഴഞ്ഞു കയറി വന്നതാണ് എന്നുള്ള കാര്യത്തിൽ തർക്കമില്ല. ഇവർ തിരിച്ച് ബംഗ്ലാദേശിൽ പല ആൾക്കാരും പോകാൻ തയ്യാറല്ല എന്നുള്ള റിപ്പോർട്ടുകളും ഇപ്പോൾ പുറത്തു വരുന്നുണ്ട്. വിസ എക്സ്പയർ ആയി കഴിഞ്ഞ ശേഷം പോലും ബംഗ്ലാദേശിൽ നിന്നും ഇന്ത്യയിലേക്ക് വന്ന ആൾക്കാർ ഇന്ത്യയിൽ ഒളിച്ചു താമസിക്കുകയായിരുന്നു എന്നുള്ള റിപ്പോർട്ടുകൾ പുറത്തു വരുന്നുണ്ട്. ഈ സാഹചര്യത്തിലാണ് ഇന്ത്യ ഇപ്പോൾ ബംഗ്ലാദേശികളെ ബംഗ്ലാദേശിലേക്ക് തന്നെ തിരിച്ചറിയിക്കാനുള്ള വലിയ രീതിയിലുള്ള നീക്കം നടത്തുന്നത്. കഴിഞ്ഞ ദിവസം ഇതിനെക്കുറിച്ചൊരു അപ്ഡേറ്റ് ന്യൂസ് ഇന്ത്യ മലയാളം അടക്കമുള്ള മാധ്യമങ്ങൾ കൊടുത്തതാണ്. അതായത് ബംഗ്ലാദേശിലെ ഈ ഇത്തരത്തിലുള്ള ഇൻഫിൽട്രേറ്റേഴ്സിനെ, ബംഗ്ലാദേശിൽ നിന്ന് ഇങ്ങോട്ടേക്ക് നുഴഞ്ഞു കയറി വന്ന അനധികൃത കുടിയേറ്റക്കാരെ ബംഗ്ലാദേശിലേക്ക് തിരിച്ചയക്കുന്നു എന്ന് പറഞ്ഞപ്പോൾ ബംഗ്ലാദേശ് പറഞ്ഞത്, അങ്ങനെ തിരിച്ചയക്കുകയാണെങ്കിൽ ഞങ്ങൾ അവരെ സ്വീകരിക്കില്ല, ഞങ്ങളുടെ പരമാധികാരത്തിൽ കൈകടത്തരുത്, ഞങ്ങൾ സൈന്യത്തെ ഇറക്കി നേരിടുമെന്നാണ് ബംഗ്ലാദേശ് പറഞ്ഞിരിക്കുന്നത്. എന്തായാലും ബോർഡറിലേക്ക് ഇവരെ, അതായത് അനധികൃത കുടിയേറ്റക്കാരെ എത്തിക്കുമ്പോൾ ബംഗ്ലാദേശ് ഏത് തരത്തിലായിരിക്കും അതിനെ ഡീൽ ചെയ്യാൻ പോകുന്നത് എന്ന് നമുക്ക് കണ്ടു തന്നെ അറിയണം. ബംഗ്ലാദേശ് അതിർത്തിയിൽ സൈന്യത്തെ ഇറക്കുമോ, ഇന്ത്യക്ക് നേരെ ഒരു വലിയ വെല്ലുവിളിയോ യുദ്ധപ്രഖ്യാപനമോ ബംഗ്ലാദേശ് നടത്തുമോ എന്നുള്ള ചോദ്യമാണ് ഇപ്പോൾ ഉയർന്നു വരുന്നത്. എന്ത് തന്നെയായിരുന്നാലും ഇപ്പോൾ ബംഗ്ലാദേശ് ഈ ബോർഡർ കടത്തിവിടാനായി 160 ഇല്ലീഗൽ ഇമിഗ്രൻസിനെയാണ്, അല്ലെങ്കിൽ ഇൻഫിൽട്രേറ്റേഴ്സിനെയാണ്, ബംഗ്ലാദേശ് ഇൻഫിൽട്രേറ്റേഴ്സിനെയാണ് ഇപ്പോൾ തയ്യാറാക്കി നിർത്തിയിരിക്കുന്നത്. ന്യൂസ് ഡെസ്ക്, ന്യൂസ് ഇന്ത്യ മലയാളം.